പാഠം 568. ഒരു ധീരന്റെ പരാക്രമങ്ങൾ. ഹലോ, ലോനപ്പനല്ലേ? ഞാനാണ് കെ മോഹനേഷ് സാർ. എന്താണ് ലോനപ്പന്റെ ഉദ്ദേശം? വില്ലേജ് ഓഫീസർ കെ മോഹനേഷ് സാറിനെ പറ്റിക്കാമെന്നാണോ? ആഫീസിന്റെ പരിസരം മുഴുവൻ പുല്ല് ചെത്തി വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് രൂപ 500 വാങ്ങിപ്പോയിട്ട് ആഴ്ച 1 ആയി. ഇതുവരെ ലോനപ്പൻ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. എന്താ കാര്യം? ഒരാഴ്ച കഴിഞ്ഞോ? ഒരാഴ്ച കഴിഞ്ഞ് ജോലി ചെയ്യാനാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച കാശ് വാങ്ങിയതിനാണ്. എനിക്ക് മറ്റൊരു മുഖമുണ്ട്. അയ്യോ, മര്യാദക്ക് ഞാൻ പറഞ്ഞ ജോലി തീർത്തില്ലെങ്കിൽ മനസ്സിലായോ? ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ജോലി തീർക്കുകയോ എന്റെ കാശ് തിരികെ തരികയോ ചെയ്തില്ല എങ്കിൽ പിന്നെ ലോനപ്പന്റെ കാര്യം പോക്കാം. മോഹനേഷ് ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്റെ കാശ്. എന്താ മോഹനന്റെ ഉദ്ദേശം? ഇങ്ങനെ ശപഥം ചെയ്യാൻ മോഹനേട്ടൻ ആരാ? അർജുനനോ? അർജുനൻ എന്തിനൊരു മര്യാദയുണ്ട് മോഹനേട്ടാ. അത് പാലിച്ചില്ലെങ്കിലേ ദോഷം ചെയ്യും, അത് ഓർത്തോ. ഇന്ന് ഞാൻ എന്റെ ജോലിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഫോണിലൂടെ സംസാരിക്കുമ്പോ നീ കയറി ഇടപെടുന്നത് എവിടുത്തെ മര്യാദയാണ് എന്ന് പറയുന്നത് വധഭീഷണി തന്നെയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവരുടെ അളിയനായ ജയദ്രഥൻ ചമച്ച പത്മവ്യൂഹത്തിൽ കുടുങ്ങിപ്പോയ അഭിമന്യുവിനെ കൗരവർ കൊലപ്പെടുത്തി. മകൻ മരിച്ചതറിഞ്ഞ് സമനില നഷ്ടപ്പെട്ടു പോയ അർജുനൻ ഒരു പ്രതിജ്ഞയെടുത്തു. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ഞാൻ ജയദ്രഥനെ കൊല്ലും എന്ന്. മോഹനേട്ടൻ ഇന്നത്തെ മുദ്രാവാക്യം വിളി ഏതാണ്ട് അതുപോലെ ആയിപ്പോയി. പക്ഷേ മുദ്രാവാക്യം വിളിക്കുമ്പോഴേ ഒരു കാര്യം ഒന്ന് ഓർത്ത കൊള്ളായിരുന്നു. കുരുക്ഷേത്ര യുദ്ധകാലത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിലില്ലായിരുന്നു. ഇപ്പോ അതുണ്ട്. അതുകൊണ്ട് ആളുകളോട് സംസാരിക്കുമ്പോ കുറച്ചും കൂടെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഞാൻ സംസാരിച്ചതിൽ ഒരു തെറ്റുമില്ല. എന്നോട് മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ ഞാനും പെരുമാറില്ല. അങ്ങനെയാണെങ്കിലേ ഞാൻ മോഹനേട്ടനോട് എങ്ങനെയായിരുന്നു പെരുമാറേണ്ടത്? കല്യാണം കഴിഞ്ഞ് ഇന്നേ വരെ മോഹനേട്ടൻ എന്നോട് മാന്യമായിട്ടൊന്ന് പെരുമാറിയിട്ടുണ്ടോ? ഞാൻ എപ്പോഴാണ് അപമര്യാദയായി പെരുമാറിയത്? ഫോണിൽ സംസാരിച്ച് 3 മിനിറ്റിനകം ഇതുപോലൊരു എഴുത്തെഴുതി ഇവിടുത്തെ പത്രത്തിൽ കൊണ്ടുവയ്ക്കണമെങ്കിലേ ലോനപ്പൻ മാജിക്കാരനായിരിക്കണം. ഇതെഴുത ലോനപ്പനൊന്നുമല്ല. ലോനപ്പനല്ല ഇത് എഴുതിയെങ്കിൽ പിന്നെ ആരെന്ന് പറയാ? ഞാൻ പറയണോ? പിന്നെ ആര് പറയും? ഈ വീടിന്റെ മുറ്റത്ത് കിടന്നൊരു പത്രത്തിൽ ഇങ്ങനെ ഒരു എഴുത്തെഴുതി വെക്കാൻ ധൈര്യം കാണിച്ചവർ ആരാണ്? എനിക്ക് ജോലി പോലീസിലല്ല, ഞാനൊരു വക്കീലാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത് കുട്ടികളിയല്ല. നീ അല്ലേ നേരത്തെ പറഞ്ഞത് ഫോണിലൂടെ പേടിപ്പിക്കുന്നത് വധഭീഷണിയാണെന്ന്? അപ്പൊ ഇതും വധഭീഷണി തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇത് എഴുതിയത് ആരാണെന്ന് അറിയണമെങ്കിൽ ഒന്നെങ്കിൽ പോലീസുകാർ വിചാരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോത്സ്യനെടുത്ത് പോയി പ്രശ്നം വെച്ച് നോക്കണം. വെറുതെ എന്റെ പിന്നാലെ ഇത് ബുക്ക് പിടിച്ചു നടന്നിട്ട് യാതൊരു കാര്യമില്ല എന്റെ മോനേട്ടാ. അവൻ ഈ എഴുത്തെഴുതി പത്രത്തിനകത്ത് വെച്ചിരുന്നു. ഞാൻ ഈ പത്രം എടുത്തപ്പോ താഴേക്ക് വീണു. പൊന്നെ സാർ, ഇത് പ്രശ്നമാണ്. വിക്രമന്റെ സ്ഥിരം പരിപാടിയാണിത്. പണ്ട് തടിമില്ല് നടത്തുന്ന നമ്മുടെ ഉസ്മാനുമായിട്ട് വിക്രം ഒരു വഴക്കുണ്ടായി. പിറ്റേന്ന് രാവിലെ ഉസ്മാൻ മില്ലിൽ ചെന്നപ്പോ അവിടുത്തെ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമുണ്ടാക്കും എന്ന്. ഉസ്മാൻ അത് തമാശയായിട്ട് തോന്നി. പക്ഷെ വൈകിട്ട് എന്താ ഉണ്ടായത്? ഒരു 4-4:30 ആയപ്പോ ചായ കുടിക്കാനായിട്ട് മില്ലിൽ നിന്നും പുറത്തുപോയ ഉസ്മാന്റെ മുമ്പിൽ വിക്രമൻ. ഉസ്മാന് ഓടാൻ പറ്റുന്നതിന് മുമ്പേ ആടിയങ്ങ് വിടുന്നു. ഒടുവിൽ നാട്ടുകാരും മില്ലിലെ പണിക്കാരെല്ലാരും കൂടെ പിടിച്ചു മാറ്റുമ്പോഴേക്കും ഉസ്മാന്റെ ഒരു കൈ ഒടിഞ്ഞ് 2 കാലും ഒടിഞ്ഞ് പോരാത്തതിന് ദാണ്ട ഈ ഫ്രണ്ടിലെ 3 പല്ലും പോയി. ഞാൻ ഇറങ്ങട്ടെ.
ഉത്തമന് പോകാൻ എത്ര തിരക്കുന്ന എന്ത് ഇന്ന് ശിവരാത്രി അല്ലേ? നമുക്ക് വെളുക്കുന്നവർ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാമല്ലോ. സാറിന്റെ ഈ അദമ്യമായ സ്നേഹപ്രകടനത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആണോ? പക്ഷേ സാറിനോടുള്ളതിനേക്കാൾ സ്നേഹം എനിക്ക് എന്നോടും എന്റെ അമ്മയോടും ഉള്ളതിനാൽ ഇന്നിവിടെ നിൽക്കാൻ ഒരു നിവൃത്തിയില്ല. ഞാൻ പോട്ടെ. സൂക്ഷിച്ചോണേ, പറഞ്ഞില്ല എന്ന് വേണ്ട. എന്ത് ചെയ്യും? ഇങ്ങനെ വേലിക്കല്ല് പോലെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വെട്ടിയിട്ട് പോകും. അകത്തോട്ട് കയറി പോ സാറേ. പക്ഷേ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് സാറിനോട് പറയാനുള്ളതാ. സാറിനെ വിളിച്ചേ. ആദ്യം കാര്യം എന്താന്ന് പറയൂ. വിക്രമ വലിയ ചട്ടമ്പിയാന്നൊക്കെ എനിക്കറിയാം. ഇന്നലെ മോഹനേട്ടനെ വഴി വെച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് ഞാൻ അറിഞ്ഞു. അത് പോട്ടേന്ന് കരുതി മോഹനേട്ടൻ അങ്ങ് ക്ഷമിച്ചതാ. അപ്പൊ അവര് വീട് കയറി വരുന്നു. ഒരു വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ കയറുമെന്ന് ഭീഷണിപ്പെടുത്തിയ അതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് വിക്രമൻ അറിയാമോ? എന്റെ പൊന്നു വക്കീലേ, ഞാൻ ഭീഷണിപ്പെടുത്താനൊന്നും വന്നതല്ല, ഒന്ന് ക്ഷമ പറയാൻ വന്നതാ. ഇന്നലെ വഴിയിൽ വെച്ച് മോഹനേഷ് സാറിനോട് ഞാൻ അല്പം മോശമായി പെരുമാറി. എന്റെ അഹങ്കാരം കൊണ്ട് പറ്റിപ്പോയതാ, ക്ഷമിക്കണം. 6-7 മാസം ജയിലിൽ കിടന്നപ്പോ ഇനി മേലിൽ ഒരാളോടും വഴക്കുണ്ടാക്കില്ല എന്ന് തീരുമാനിച്ചതാ. അവനെ വിശ്വസിക്കരുത്. അതൊക്കെ അവൻ വെറുതെ പറയുന്നതാ. അവന്റെ വർത്താനം കേട്ട് വിശ്വസിച്ച് ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പോ എന്നെ തല്ലാനാണോ അവന്റെ പരിപാടി. എന്റെ മോഹനേട്ടാ, അങ്ങനെയൊന്നും ഇല്ല. ഞാൻ അയാളോട് സംസാരിച്ചതല്ലേ. പിന്നെന്തിനാ അവനാ കത്തെഴുതി ആ പത്രത്തിനകത്ത് വെച്ചിരുന്നത്? എഴുത്തെഴുതിയത് ആ വിക്രമനാണെന്ന് ആരാണ് പറഞ്ഞത്?